നിങ്ങൾ മുടി കൊഴിച്ചിലിനെ കുറിച്ച് പലതരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും മുടി കൊഴിച്ചിലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെന്റ്സ് കഴിക്കാൻ പറ്റുമോ ഇല്ലേ? ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള സയന്റിഫിക് സ്റ്റഡീസ് ഒക്കെ എന്താണ് പറയുന്നത്? ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യം മുടി കൊഴിച്ചിലിനെ കുറിച്ച് പറയാം. സ്ത്രീകളിലും പുരുഷന്മാരിലും ഉള്ള മുടി കൊഴിച്ചിൽ രണ്ടും വ്യത്യാസമുണ്ട്. അലോപീഷ്യ എന്നാണ് ഇതിനെ പറയാറ്. പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഹെയർ ലോസ് മെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്നാണ് പറയുന്നത്. ഇത് പുരുഷന്മാരുടെ ഒരു തരത്തിലുള്ള ആൻഡ്രോജൻ, അതായത് ഒരു തരത്തിലുള്ള സെക്സ് ഹോർമോൺ കാരണമാണ്. ഡൈഹൈഡ്രോ ടെസ്റ്റോസ്ട്രോൺ അല്ലെങ്കിൽ DHT എന്നാണ് ഇതിനെ ഷോർട്ടാക്കി പറയാറ്. പക്ഷേ DHT കാരണം പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഹെയർ ലോസ് ഉണ്ടാവാം. സ്ത്രീകൾക്ക് ഹെയർ ലോസ് ഉണ്ടാക്കുന്നതിൻ്റെ മറ്റു കാരണങ്ങൾ ഈസ്ട്രോജൻ്റെ വ്യത്യാസങ്ങളാണ്. ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് ഹോർമോൺ ആണ്. ഇത് കൂടാതെ പ്രായം കൂടുന്നതിനനുസരിച്ച് മുടി കൊഴിച്ചിൽ ഉണ്ടാവാം. ജനറ്റിക്സ് കാരണം, ജീനിന്റെ പ്രശ്നങ്ങൾ കാരണവും മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ അലോപീഷ്യ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാവാം. അലോപീഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് മറ്റു തരത്തിലുള്ളൊരു അലോപീഷ്യയാണ്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ബോഡീൻ്റെ പാർട്ട്, അതായത് ഹെയർ ഫോളിക്കിൾസിനെ നമ്മളുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം പോയി അറ്റാക്ക് ചെയ്യും. അതായത് ഇത് ഒരു തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഹെയർ ഫോളിക്കിളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ഹെയർ ഗ്രോത്ത് പ്രോപ്പറായിട്ട് നടക്കില്ല, അതായത് ഹെയർ ലോസ് ഉണ്ടാവാം. ഇനി അലോപീഷ്യ എന്ന് പറയുന്നത് പലതരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം, നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം, അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടുണ്ടാവാം. സ്കാൽപ്പിലുള്ള പലതരത്തിലുള്ള ഇൻഫെക്ഷൻ കാരണവും അലോപീഷ്യ ഉണ്ടാവാം. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും മുടി കൊഴിച്ചിലും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറയാം. ഇത് കണ്ടുപിടിക്കാൻ നടത്തിയിട്ടുള്ള സ്റ്റഡീസ് വളരെ കുറവാണ്. ഒരു കൺട്രോൾഡ് സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം, റോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഹെർബ്സും, അതായത് ചെറിയ ചെടികളൊക്കെ കഴിക്കുന്ന പുരുഷന്മാർക്ക് അലോപീഷ്യ വരാനുള്ള ചാൻസസ് കുറവായിരുന്നു എന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് കുറവാണെങ്കിൽ, അതായത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഹെയർ ലോസ് ഉണ്ടാവാം. അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള അയണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ലോസ് ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഇല്ലാന്ന് ഉറപ്പ് വരുത്താനുള്ള ടെസ്റ്റുകളും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ കുറവാണെന്നുണ്ടെങ്കിലും ഹെയർ ഫോൾ ഉണ്ടാവാം. സാധാരണ രീതിയിൽ ഹെയർ ഫോൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ പ്രോട്ടീൻ ഭക്ഷണത്തിൽ കുറവ് കിട്ടുന്നവർക്ക് കൂടുതൽ ഹെയർ ലോസ് ഉണ്ടാവാം. ഇനി ഡയറ്ററി സപ്ലിമെന്റ്സിന്റെ റോൾ എന്താണെന്ന് പറയാം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി 11ഓളം ഡിഫറെൻറ്റ് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ സ്റ്റഡീസിലൊക്കെ ഏകദേശം 2500 അടുത്ത ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ന്യൂട്രിയൻസും ഈ സ്റ്റഡിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചിലത് ഒറ്റക്കൊറ്റക്കായിട്ടാണ്, ചിലത് കോമ്പിനേഷൻ പോലെ ഒരു മിക്സ്ചർ രൂപത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചില സപ്ലിമെന്റ്സ് വായിലൂടെ കഴിക്കുന്ന രൂപത്തിലാണെങ്കിൽ മറ്റു ചില സപ്ലിമെന്റ്സ് ടോപ്പിക്കലായിട്ടായിരുന്നു, അതായത് ക്രീം പോലെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുന്ന രൂപത്തിലുള്ള സപ്ലിമെന്റ്സ് ആയിരുന്നു. പലതരത്തിലുള്ള ഡയറ്ററി സപ്ലിമെന്റ്സിന് ഹെയർ ലോസിൽ റോൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം പറയാനുള്ളത് വൈറ്റമിൻ ഇനെ കുറിച്ചാണ്. വൈറ്റമിൻ ഇനെ കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ലൈക്ക് ബട്ടന്റെ താഴെ കാണാം. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് 8 തരത്തിലുള്ള കോമ്പൗണ്ട്സിന്റെ ഒരു കോമ്പിനേഷനാണ്. വൈറ്റമിൻ ഇ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി വഴിയാണ്, അതായത് ഓക്സിഡേഷനെ കുറച്ച് നിർത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്ന സപ്ലിമെന്റ്സ് 400 മില്ലിഗ്രാം വരെ ഒരു ദിവസം കഴിക്കാം. രണ്ടാമത്തെ സപ്ലിമെന്റ് സോ പാൽമെറ്റോ ആണ്. ഇതൊരു ട്രീൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. സെറോണ റെപ്പൻസ് എന്നാണ് മരത്തിന്റെ പേര്. ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സും ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ സപ്ലിമെന്റ്സിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സിന് ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറച്ച് നിർത്താനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമുള്ളവർക്കും സോ പാൽമെറ്റോ സപ്ലിമെന്റ്സ് ഹെൽപ്ഫുൾ ആണ്. ഈ 2 സപ്ലിമെന്റ്സും വായിലൂടെയാണ് കഴിക്കുന്നത്, ഓറൽ സപ്ലിമെന്റ്സ് ആണ്. പക്ഷേ ഇത് കൂടാതെ ടോപ്പിക്കലായി ക്രീം പോലത്തെ രൂപത്തിലുള്ള മറ്റ് സപ്ലിമെന്റ്സും ഉണ്ട്. ഇതിന്റെ ഉദാഹരണമാണ് ഒന്ന് പംകിൻ സീഡ് ഓയിൽ, രണ്ടാമത്തത് ഗ്രേപ്പ് സീഡ് ഓയിലാണ്, മൂന്നാമത്തത് മെലറ്റോണിൻ ആണ്. ഉറക്കത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഡയറ്ററി സപ്ലിമെന്റ്സ് തന്നെയാണ് മെലറ്റോണിൻ എന്ന് പറയുന്നത്. അത് ടോപ്പിക്കലി അപ്ലൈ ചെയ്യാം. നാലാമത്തത് പ്രോസൈനിഡിൻ ആണ്. ഇത് ആപ്പിളിൽ നിന്നും ഉൽപ്പാദിക്കുന്ന ഒരു തരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട് ആണ്. ഇതിനും ഹെയർ ലോസിൽ റോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട് ആണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. ഇതൊരു വിറ്റാമിനും കൂടിയാണ്. വിറ്റാമിൻ B7 മറ്റൊരു പേരാണ്. ബയോട്ടിൻ കഴിക്കുന്നവർക്കും ഹെയർ ലോസ് കുറയ്ക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ വൈറ്റമിൻസും സപ്ലിമെന്റ്സ് എല്ലാം മിക്സ്ചർ രൂപത്തിലും ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ടാബ്ലറ്റ്സിൽ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇത്തരത്തിലുള്ള ഹെൽത്തി ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഹെയർ ലോസ് കുറയ്ക്കാൻ സാധിക്കും. ഹെയർ ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഡയറ്റിനും സപ്ലിമെൻറ്റ്സിനും മാത്രമല്ല റോളുള്ളത്. മിനോക്സിഡിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഫിനാസ്ട്രൈഡിനെ കുറിച്ച് ഞാൻ മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫിനാസ്ട്രൈഡ് പക്ഷേ പുരുഷന്മാർക്കുള്ള ഹെയർ ലോസിന് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മിനോക്സിഡിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടുപേർക്കും ഉപയോഗിക്കാം. റെഡ് ലൈറ്റ് തെറാപ്പീനെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് പറയുന്നുണ്ട്. മൈക്രോ നീഡലിംഗ് എന്ന് പറയുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. ഇത് മിനോക്സിഡിലിൽ അത്രയും ഇഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് കീറ്റോകോണസോൾ തെറാപ്പി.
കീറ്റോകോണസോൾ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഫംഗലാണ്. ഇതുകൂടാതെ പ്ലാസ്മ തെറാപ്പി ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വേറെയുണ്ട്. ഇതിൽ ഏതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണേണ്ടത്, ആ കാര്യം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഹെയർ ലോസിന് വേണ്ടി നിങ്ങൾ കാണേണ്ടത് ഡെർമറ്റോളജിസ്റ്റിനെയാണ്. ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോകാൻ സമയമില്ലെങ്കിൽ ഓൺലൈനായി നിങ്ങൾക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കാണാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡോഫുഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പ് ഉപയോഗിക്കാം. ആപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിൻ്റെ താഴെ കാണാം. ചെറിയ കുട്ടികൾക്കുള്ള പോലത്തെ ഗ്ലോയിങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് നിങ്ങൾക്ക് നിലനിർത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.